വളരെ ആനന്ദം നിറഞ്ഞ ദിനങ്ങളായിരുന്നു പ്രയാഗ്രാജിലെ കുംഭമേളയിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. ആ ദിനങ്ങൾക്ക് ഞങ്ങൾ തീർത്തും കടപ്പെട്ടിരിക്കുന്നത് ഹരിദ്വാറിലെ അഭേദ ഗംഗാമയ്യ ആശ്രമത്തിലെ ഗുരുജിയോടാണ്. 2 ദിവസം എന്ന് കരുതി ഞങ്ങൾ അവിടെ താമസിച്ചത് 14 ദിവസമായിരുന്നു. ഈ വീഡിയോയിലെ ആശ്രമത്തിലെ ഞങ്ങളുടെ ജീവിതവും കുംഭമേള ഞങ്ങളുടെ അനുഭവങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ സംഗമത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ചെറിയൊരു തയ്യാറെടുപ്പും അതുപോലെ കാശ്മീരി ഗേറ്റിൽ നിന്ന് പ്രയാഗ്രാജ് വരെയുള്ള യാത്രയും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാണാത്തവർ അത് ദയവീത് കാണുക. അപ്പം ഞങ്ങളുടെ കാശ്മീരി ഗേറ്റിൽ നിന്നുള്ള യാത്ര പ്രയാഗ്രാജിൽ അവസാനിച്ചത് രാവിലെ 8 മണിക്കാണ്. 12 മണിക്കൂർ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. പിന്നെ ഒരു ഷെയർ റിക്ഷ പിടിച്ച് ഞങ്ങൾ സംഗമത്തിലേക്ക് എത്തി. 30 രൂപയുള്ളൂ ചാർജ് ഒരാൾക്ക്. അങ്ങനെ സംഗമത്തിൽ എത്തിച്ചേർന്നു. സെക്ടർ 20ലാണ് കേട്ടോ ഇവിടെ എത്തിയിരിക്കണത്. ഇനി സെക്ടർ 6ലാണ് നമ്മുടെ ആശ്രമം ഉള്ളത്. അവിടേക്ക് നമുക്ക് നടന്നു പോകണം. രാവിലെ കുറച്ച് തണുപ്പ് അനുഭവപ്പെട്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചൂട് കനത്ത് തുടങ്ങി. ഇപ്പോൾ ഇവിടെ അശ്വദ്വാർ എന്നുള്ള ഒരു കവാടം കാണാം. ഇതുപോലെ കുറേ കവാടങ്ങൾ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സെക്ടറിനെയും വേർതിരിക്കാനാണ് ഇങ്ങനെ. കശ്യപ് ദ്വാർ, ലക്ഷ്മി ദ്വാർ, നന്ദി ദ്വാർ, അങ്ങനെ പല പേരിലും ഇതുപോലെ കവാടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പല സെക്ടറുകളിലും പല സന്യാസി സമൂഹങ്ങളും അവരുടെ ആശ്രമങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അവരുടെ ടെൻറ്റുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ സെക്ടർ 20ലൊക്കെ നാഗ സന്യാസിമാരുടെ ടെൻറ്റുകളൊക്കെ കാണാം നമുക്ക്. ഇപ്പോൾ പോണ വഴിയിലൊക്കെ നമുക്ക് അവരുടെ ടെൻറ്റുകൾ കാണാൻ സാധിക്കും. അങ്ങനെ അടുത്ത് കണ്ട ഒരു അഖാഡയിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ശങ്കരാചാര്യരെ പൂജ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ കയറ് കെട്ടിയിട്ട് അകത്തേക്കൊന്നും പ്രവേശനമില്ല. പുറത്തു നിന്ന് നമുക്ക് അവിടെ അനുഗ്രഹം വാങ്ങാനും തൊഴാനൊക്കെ സാധിക്കുള്ളൂ. അവിടെ സന്യാസിമാർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഈ പ്രദേശത്തൊക്കെ നാഗാ സന്യാസിമാരാണ് കേട്ടോ. അവരുടെ റൂം ഉള്ളിലാണ്. പുറമെ ഒരു ഹോമകുണ്ടൊക്കെ കത്തിച്ച് പുറത്തിരിക്കുന്നുണ്ട്. അല്പവസ്ത്രധാരികളോ അല്ലെങ്കിൽ വിവസ്ത്രരോ ആണ് അവർ. പിന്നെ ഭസ്മം, നിറച്ച് ഭസ്മമാണ് മേത്ത് പൂശിയിട്ട് ഭയങ്കര ഘോര തപസ് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അവർ. അവരൊക്കെ അവരുടെ ആശ്രമങ്ങളിൽ മാത്രം കഴിയുന്നവരാണ്. ഈ കുംഭമേളയിലാണ് അവർ ഇവിടേക്ക് താഴത്തേക്ക് ഇറങ്ങി വരിക. അതുവഴി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നത്. സാധാരണ ആൾക്കാർക്ക് ദർശനം കൊടുക്കാനും ആശീർവാദം കൊടുക്കാനൊക്കെയാണ് അവർ വരണേന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എന്നുവെച്ചാൽ അവർ ഭയങ്കരമായ തപസ്സും അനുഷ്ഠാനങ്ങളൊക്കെ കൂടിയൊക്കെ താമസിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. നമ്മൾ അവരെ അധികം ശല്യപ്പെടുത്തേണ്ട. അവരുടെ പൂജകളിലും ധ്യാനങ്ങളിലും ഒക്കെ മുഴുകിയിരിക്കുന്നവരും ഒക്കെയാണ്. ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വഴി ഉടനീളം ഇതുപോലെ മാലകളും ശംഖുകൾ അങ്ങനെ പലവിധ സാധനങ്ങൾ വിൽക്കണം കച്ചവടക്കാരാണ് കേട്ടോ. രുദ്രാക്ഷം പോലെയുള്ള മാലകളും കല്ലുമാലകളൊക്കെ. പിന്നെ വഴിയിലൊക്കെ കാണാം അങ്ങനെ കൂടകളൊക്കെ, അതായത് വേസ്റ്റ് അവർ സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം. ഒരു സൈഡിൽ ഒരു ആശ്രമത്തിൻ്റെ ഉള്ളിൽ കണ്ട കുട്ടി, ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ട് സർക്കസ് ചെയ്യിപ്പിക്കുന്നു. ഒരമ്മയാണ് കേട്ടോ. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണത്. ചെറിയ പെൺകുട്ടികളെ കൊണ്ടാണ് ഈ സർക്കസ് ചെയ്യിപ്പിക്കുന്നത്. ഇത് പല ദിക്കിലും നമുക്ക് ഇവിടെ കാണാം ഈ കുംഭമേളയിൽ. പിന്നെ ഒരു കാഴ്ചയാണ് ഗ്രാമീണർ കുടുംബത്തോടെ അവർ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ ഗ്രാമത്തിൽ നിന്ന് ഒന്നിച്ച് വന്നിട്ടുള്ളതാണ്. ഒരു കൂട്ടായിട്ടാണ് ഇങ്ങനെ വരിക. അവർ തലയിൽ കണ്ട ചാക്കും അതുമാതിരി പുതയ്ക്കാനുള്ള കമ്പിളി, കഴിക്കാനുള്ള, അതായത് വെച്ച് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളോട് കൂടിയിട്ടാണ് ശരിക്കും അവരൊക്കെ വരിക. അവർ കുറച്ച് ദിവസം കൂടെ താമസിക്കാനും അതുമാതിരി അവർ പരിമിതമായ ചുറ്റുപാടിലൊക്കെ താമസിക്കാൻ തയ്യാറായിട്ട് വരുന്നവരാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ബ്രിഡ്ജ്. പീപ്പിൾ എന്ന് ഹിന്ദിയിൽ പറയുന്ന 30ഓളം ബ്രിഡ്ജുകളാണ് സർക്കാർ ഈ മഹാകുംഭമേളയ്ക്ക് വേണ്ടി നദിയുടെ കുറുകെയായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്.
ഇതിന് മുകളിൽ അയണിൻ്റെ ഷീറ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി മാത്രമല്ല, ഗതാഗതത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. കാറും ബൈക്കും എല്ലാം യഥേഷ്ടം ഇത് കൂടെ പോകുന്നത് കാണാം നമുക്ക്. ഇവിടേക്ക് നോക്കുക വെച്ചാൽ വെള്ളത്തിന് നല്ല ഒഴുക്കുമുണ്ട്, നല്ല ജലനിരപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ചിട്ട് അവർ സ്നാനം സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ബാരിക്കേഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അധികം ആഴത്തിലേക്ക് ആൾക്കാർക്ക് പോവാതിരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സ്നാനം ചെയ്യണ കാണാം. ഇതൊക്കെ ഗംഗയാണ്. ത്രിവേണി മാത്രമല്ല, പല സ്നാനഘട്ടങ്ങളും ഫേമസ് ആയിട്ടുള്ളത് കൂടി ഉണ്ട്. അങ്ങനെയൊക്കെ അവിടെ ആൾക്കാർ സ്നാനം ചെയ്യണം നമുക്ക് കാണാം. അങ്ങനെ നന്ദി ദ്വാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് മുന്നോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ പല പ്രവേശന കവാടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഈ കുംഭമേള ഇത്രയും ഭംഗിയായിട്ട് നടത്തിയ 2 വീര നായകന്മാരുണ്ട്. അവരുടെ ഒപ്പം ഒരു സെൽഫി എടുക്കാതെ പറ്റില്ല, നമ്മുടെ യോഗിജിയും നരേന്ദ്രമോദിജിയും. അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിലെത്തി. ഇതാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്ന അഭേദ ഗംഗാമയ്യ ആശ്രമം. ഈ ആശ്രമത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടെ പൂജ നടക്കുന്ന ശിവലിംഗ പ്രതിഷ്ഠയും അതുമാതിരി ഗീതായസം നടക്കുന്ന ഹോമകുണ്ടവും നമുക്ക് കാണാം അവിടെ തന്നെ. പിന്നെ ഇത് ടെൻറ്റ് കേട്ടോ. ഇത് ജെൻസിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടെൻറ്റുകളുണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. കിടക്കയുണ്ട്, അതുമാതിരി പുതയ്ക്കാനുള്ള റജായി ഉണ്ട്, ബാത്റൂം സൗകര്യം ഒക്കെ വെളിയിലുണ്ട്. അങ്ങനെ ഒരു 100ഓളം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഈ ആശ്രമത്തിൽ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പാചകപ്പുര. ഇവിടുത്തെ അന്തേവാസികൾക്കും അതുമാതിരി പുറമെ വന്നു പോകുന്ന റോട്ടിലൂടെ ഈ കുംഭമേളയിലേക്ക് വരുന്ന യാത്രക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ 3 നേരവും. അതിനുള്ള പാചകപ്പുരയും കൂടിയാണിത്. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിയോടെ ഞങ്ങൾ ആശ്രമത്തിലെത്തി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു, കുറച്ചു നേരം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് 3:30 ഗീതായജ്ഞം ഇവിടെ തുടങ്ങുന്നുണ്ട് ഈ ആശ്രമത്തിൽ. അപ്പോൾ അതിന് റെഡിയായിട്ട് വരാൻ ഗുരുജി പറഞ്ഞിരുന്നു. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഹരിദ്വാറിൽ നിന്നുള്ള 2 ആചാര്യന്മാരാണ് ഈ പൂജകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയാത്തതുകൊണ്ടും അവരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ ഇരിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതിന് പ്രകാരം ഞങ്ങൾ ഗീതായജ്ഞത്തിന് റെഡി ആയിട്ട് ഇവിടെ ഇരുന്നു. വേറെയും ഫാമിലി ഉണ്ട്, അതുപോലെ ഇവിടുത്തെ അന്തേവാസികളായ കുറച്ച് പേരും ഇവിടെ ഉണ്ട്. ഇത് ഒരു 6:30 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ചെറിയൊരു ടൈമിലായിരിക്കും ഇതുണ്ടാവുക, പക്ഷേ 3:30 തുടങ്ങി ഒരു 6:30 വരെ ആരതിയോട് കൂടിയാണ് ഇത് അവസാനിക്കുക. सभी लोग आहुति देते स्वाहाकार बोलेंगे और थोड़ी थोड़ी आहुति दे. चलो. हरिः ओम गणानान्वा गणपति गुं हवामहे प्रियाणान्वा प्रियपति गुं हवामहे निधीनान्वा निधिपति गुं हवामहे वसो मम आहमजानि कृपदमा त्वमजासि कृपदम्. ओम गं गणपतये स्वाहा. ओम गं गणपतये स्वाहा. ओम गं गणपतये स्वाहा. ओम गं गणपतये स्वाहा. अम्बे अम्बिके अम्बालिके नमानयति कष्टनाशस्तसुखः सुद्रिकाङ्कां पीलवासिनीं वं गौर्ये स्वाहा. तद्वाजामि ब्रह्मणा वन्दमानस्तदा शास्त्रे यजमानो हविर्भिः अहेडमानो वरुणेह भूदृशं समान आयु प्रमोघिः अपाम्पते वरुणाय स्वाहा. हरिः ओम ओंकारबिन्दु संयुक्तं नित्यं ध्यायन्ति योगिनः कामदं मोक्षदं चैव ओंकाराय. ഇതാണ് ആശ്രമത്തിലെ രാത്രി കാഴ്ച. നമ്മുടെ ആശ്രമമുള്ളത് സെക്ടർ 6-ലായതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലാത്തൊരു സ്ഥലമാണിത്. ഗംഗാ നദിയുടെ തടങ്ങളൊക്കെ നിരപ്പാക്കിയിട്ടാണ് ഇവിടെയൊക്കെ ആശ്രമങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കുംഭമേളയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എല്ലാതും നിറച്ച് മണലാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാണ് ഇവിടെ ഇത് കൂടെയൊക്കെ നടക്കാൻ. അടുത്ത് തന്നെ ആയുർവേദ ചികിത്സാലയമുണ്ട്, ആയുഷിൻ്റെ. അതുപോലെ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇസ്കോണ്, നാഗവാസുകി ടെമ്പിള്, അങ്ങനെ ഈ സെക്ടർ 6-ൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. രാത്രി കാഴ്ചകൾ കൂടെ ഒന്ന് നമുക്ക് കണ്ണോടിക്കാം.
ഇതാണ് ആശ്രമത്തിലെ പുലർക്കാല കാഴ്ച. 3 മണിക്കാണ് ആശ്രമത്തിലെ ഒരു ദിവസം തുടങ്ങുന്നത്. 3 മണിക്ക് മെഡിറ്റേഷനോടുകൂടി തുടങ്ങിയ പിന്നെ 5 മണിക്ക് ആരതി ഉണ്ട്. 6 മണിക്ക് രുദ്രാഭിഷേകം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ആചാര്യന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആശ്രമത്തിലുള്ള എല്ലാവർക്കും ഈ പൂജയിലൊക്കെ പങ്കെടുക്കാം. അപ്പോൾ 6 മണി തൊട്ട് ഒരു 8 മണി വരെ 8 മണിയോട് കൂടിയാണ് ഇത് അവസാനിക്കുക. 2 മണിക്കൂറാണ് ഇതിൻ്റെയും സമയം. വളരെ സമയമെടുത്താണ് ഈ പൂജകളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഈ ആശ്രമത്തിൽ നടന്നു വരുന്ന പൂജകളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളും ഈ പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. सन्तु मह्यमेन ओम जजाग्रतो दूरमुदेति देवं ततु सुतस्य तथैवेति दूरङ्गमं ज्योतिहान् ज्योतिरेकं तन्मे मनः शिवसङ्कल्पवस्तु येन कर्माणि पशो मनीषिणो स्ने गणवन्ति विदधेतु धीराः जलपूर्वं दशवन्तः प्रजानां हि शर्मषतु स्वाहा शर्मषतु मर्माणि ते वर्मणा चादयामि सोमस्त्वा राजामृतेनानुपस्ताम उरोर्वरीयो वरुणस्ते प्रणोतु जयन्तं त्वानुदेवा वदन्तु हरिः ओम मा विभ्रान् बृहत् विवतु सौम्यं मध्वायुपदाभूतं मा वातजूतो പൂജ കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണ്. 8 മണിക്ക്. ആശ്രമമായതുകൊണ്ട് തന്നെ കൃത്യനിഷ്ഠ വളരെ നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ സ്വാമിജിയുടെ ക്ലാസ് ഉണ്ട്. വിവേക ചൂടാമണിയാണ് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടായിരിക്കും. മലയാളത്തിലും ഉച്ചയ്ക്ക് ഹിന്ദിയിലും എടുത്തു തരുന്നുണ്ട്. ശങ്കരാചാര്യരുടെ ഫിലോസഫിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 11 മണിയോടെ ഞങ്ങൾ സംഗമത്തിലേക്ക് യാത്രയായി. ഞങ്ങളുടെ കൂടെ മറ്റ് 2 ഫാമിലിയും കൂടി ഉണ്ട്. തൃശ്ശൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുള്ള 2 ഫാമിലിയും കൂടിയിട്ടാണ് ഞങ്ങൾ സംഗമത്തിലേക്ക് പോണത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. എല്ലാവരും തോർത്തുമുണ്ടും തലയിലിട്ടാണ് യാത്ര. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഒരു 5-6 കിലോമീറ്റർ നടന്നാലേ നമുക്ക് സംഗമത്തിലേക്ക് എത്തുള്ളൂ. തന്നെയല്ല, കുറച്ച് വഴിയിലൊക്കെ കുറച്ച് തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ടാക്സി ഒന്നും അവിടേക്ക് സംഗമത്തിലേക്കൊന്നും പോകുന്നില്ല. അവിടേക്ക് അവർ പോലീസുകാർ തടയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നടന്നു തന്നെ പോകണം. പല അഖാഡകളിൽ നിന്ന് സന്യാസി സമൂഹങ്ങളുടെ ഘട്ടത്തിലേക്കുള്ള വരവാണ് നമ്മളിവിടെ കാണുന്നത്. അതിനോടനുബന്ധിച്ച് കുറച്ച് തിരക്ക് ഇവിടെ അങ്ങായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അവർ പോണവരെ നമ്മളവിടെ തടഞ്ഞു നിർത്തും. അവർ പോയി കഴിഞ്ഞിട്ടേ നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ക്ലീനിങ്ങും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഈ സന്യാസി സമൂഹങ്ങളൊക്കെ കുളിക്കാൻ വേണ്ടി വരുന്ന വരവാണ്. ആഘോഷത്തോടെയാണ് അവർ വരുന്നത്. ആ കാഴ്ചയും ഒന്ന് കാണേണ്ടത് തന്നെ.
അപ്പോൾ നമ്മൾ ത്രിവേണി സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും തുല്യരാണ്. അത് ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു സംഗമം എന്ന് തോന്നും നമുക്ക്. ഇതിൽ വർണ്ണവിവേചനം ഇല്ല, ദരിദ്രനോ സമ്പന്നനോ ഇല്ല. എല്ലാവരും ഒരുപോലെ എല്ലാവരും അവിടെ ഇരിക്കുന്നു. ചിലവർ തുണി ഉണക്കുന്നു, ചിലർ കുളിക്കുന്നു, കുളിച്ചവർ ഡ്രസ്സ് മാറി പൊട്ടുകുത്തുന്നു. ഇവിടെ കുറി തൊടാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ ഉള്ള പലതരം കാഴ്ചകൾ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വിൽപ്പനക്കാരുണ്ട്. അങ്ങനെ പല കാഴ്ചകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളും കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് കുളിക്കാൻ പോവുകയാണ്. കുറേ ആൾക്കാർ നമ്മുടെ ബാഗൊക്കെ നോക്കി ഒരു ദിക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പലരായിട്ട് 2-3 ആൾക്കാരായിട്ട് കുളിക്കാൻ പോവുകയാണ്. നല്ല ആഴമുണ്ട്. ഇവിടെ അവര് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ബാരിക്കേഡൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ നിന്നിട്ട് കുളിക്കണം. എന്നാലും നല്ല ആഴമുണ്ട്, നല്ല തണുപ്പ്. ഞങ്ങൾ ഇറങ്ങിയ ദിക്കിൽ അത്യാവശ്യം നല്ല ആഴമുണ്ട്. പിന്നെ ഇവിടേക്കുള്ള ആൾക്കാർ എല്ലാവരും കുളിക്കുന്ന ആൾക്കാരല്ല, മിക്കവരും ഈ ഗംഗയിലേക്കൊക്കെ എറിയുന്ന നാണയത്തൊട്ടുകൾ പറക്കാൻ വേണ്ടി മുങ്ങി തപ്പുന്നവരാണ് കേട്ടോ. കുറേ ആൾക്കാർ. നല്ല തണുപ്പുണ്ട്. ഈ ബോട്ടിൽ കയറി അപ്പുറത്തും നമുക്ക് പോയി സ്നാനം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മിക്കവരും ഇവിടെ തന്നെയാണ് സ്നാനം ചെയ്യണത്. പിന്നെ ബൗണ്ടറി ഒക്കെ കെട്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ട് നല്ല ആഴമുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. തിരിച്ചു വരുമ്പോൾ നല്ല വെയിലായിരുന്നു. ഒന്ന് മുങ്ങി നിവർന്നപ്പോൾ ത്രിവേണിയിൽ എല്ലാവരുടെയും ക്ഷീണം പമ്പ കടന്നു. ഇനി തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ പലവിധ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പല ഷെഡുകൾ കാണാം. ഇതൊക്കെ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാതിരി നിറയെ കച്ചവടക്കാരെ കാണാം. പലവിധ ഫുഡ് സ്റ്റാളുകൾ, അതുമാതിരി സർക്കസുകൾ, പിന്നെ കുളി കഴിഞ്ഞവർക്ക് കുറി തൊടിയിക്കുന്നവർ, കോയപ്പായ സെൻറ്റർ, അതായത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാണ്ടെങ്കിലോ ആൾക്കാരെ കാണാണ്ടെങ്കിലോ ഒക്കെ നമുക്കിവിടെ പറയാം. അവർ കണ്ടുപിടിച്ച് തരുന്നതാണ്. അതുവഴി നാഗവാസുകി ദ്വാറിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് 12 ജ്യോതിർലിംഗങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ 12 ശിവലിംഗം 7,51,00,000 രുദ്രാക്ഷമണികളെ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ശിവലിംഗങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. क्योंकि हम लोग यहाँ सत्कर्म करने के लिए उपस्थित हुए हैं ना, धर्म करने के लिए उपस्थित हुए हैं। पुरुष ना लगे किसी प्रकार का, इसीलिए झूठा का सबसे निवेदन है। ഇത് ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കിയ സജ്ജീകരണമാണ്. ഒരു കട്ടിൽ, കിടക്ക, അതുവരെ പുതയ്ക്കാനുള്ള പുതപ്പ്. 100 രൂപയുടെ ഇതിൻ്റെ ചാർജ്. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. മാഘമാസത്തിലെ അമാവാസിയാണ് ഇന്ന്, അതായത് ജനുവരി 29. കുംഭമേളയിൽ ഇന്നത്തെ സ്നാനം അമൃത സ്നാനമായിട്ടാണ് കണക്കാക്കുന്നത്. ത്രിവേണി സംഗമത്തിൽ പോകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഭയങ്കര തിരക്ക്. പിന്നെ രാവിലെ തന്നെ കുറേ പ്രശ്നങ്ങളും കുറേ അപകടങ്ങളൊക്കെ നടന്നു എന്ന് കേട്ടത് കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. നല്ല തിരക്കാണെന്നാണ് പറഞ്ഞു കേട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ദശ അശ്വമേധ ഘാട്ട് എന്ന് പറഞ്ഞ അടുത്തൊരു സ്നാനഘട്ടുണ്ട് കേട്ടോ. വളരെ ഫേമസ് ആണ്. 10 അശ്വമേധയാഗം നടത്തിയ സ്ഥലമാണെന്നാണ് പറയണത്. ഇവിടെ സ്നാനം ചെയ്ത വിഷ്ണുലോകം പ്രാപിക്കുന്നൊക്കെയാണ് വിശ്വാസം.
ഞങ്ങളിങ്ങനെ ഓരോ അടയാളം നോക്കി നോക്കിയാണ് പോണത്. ആശ്രമത്തിലെ ഈ മുന്നേ പോകുന്ന സന്യാസിയാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത് കേട്ടോ. കുറച്ച് ദൂരം കാണിച്ചു തന്നിട്ട് ആള് തിരിച്ചു വരും. അപ്പൊ ഞങ്ങളോട് ഓരോ അടയാളം നോക്കി പോവാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തിരിച്ചു വരാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ആശ്രമം വിട്ട് കുറച്ച് ദൂരത്തേക്കൊന്നും വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. മുന്നേ പോകും തോറും തിരക്ക് കൂടി വരികയാണ്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയായി. ഞങ്ങൾ 3 പെണ്ണുങ്ങൾ തനിച്ചേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ എങ്ങാനും കോട്ടം തെറ്റിയോന്നൊക്കെ പേടി. അപ്പം എല്ലാവരും ഒരു ഷോളൊക്കെ 3 പേരും ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ്, ഓരോരുത്തരെ കൈയൊക്കെ പിടിച്ചിട്ടാണ് പോണത്. എല്ലാവരും പറഞ്ഞു ബാഗൊന്നും കൊണ്ടുപോകണ്ട, മൊബൈൽ കൊണ്ടുപോകണ്ട ഒക്കെ. പല ആൾക്കാരുടെ രാവിലേക്ക് പോയ ആൾക്കാരുടെ കുളിക്കാൻ പോയവരുടെയൊക്കെ ബാഗ് ചിലവരുടെ നഷ്ടപ്പെട്ടു, ചിലരുടെ ചെരുപ്പ് പോയി. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ പോവും. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കാകെ പേടിയായിരുന്നു കേട്ടോ. പോകും തോറും കണ്ടോ തിരക്ക് വർദ്ധിച്ചു വരും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ മൊബൈലൊക്കെ കുറച്ച് നേരം എനിക്ക് ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മുന്നോട്ടൊന്നും അധികം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തിരക്കില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. ഇത് രാംഭദ്രാചാര്യ റോഡാണ്. ഇവിടെ രാംഭദ്രാചാര്യ എന്ന് പറഞ്ഞ ഒരു സന്യാസി ഉണ്ട്. ആളുടെ ആശ്രമമാണ് കേട്ടോ. ഇത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നിർമ്മാണമൊക്കെ ബന്ധപ്പെട്ട് വളരെ പോപ്പുലറായ സ്വാമിജിയാണ്. ഇവരൊക്കെയാണ് കോടതിയിൽ പല പ്രസ്താവനകളും അതുപോലെ സാക്ഷിമൊഴികളും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആ കേസൊക്കെ പെട്ടെന്ന് വിധിയൊക്കെ ചെയ്തിട്ട്. അതിനൊക്കെ ഇങ്ങേരുടെ അതായത് ഈ ഒരു ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. ജന്മന അന്ധനാണ് ഈ സ്വാമി, പക്ഷെ അകക്കണ്ണുകൊണ്ട് വളരെ ജ്ഞാനിയാണ്. അങ്ങനെ പോണ വഴിക്ക് കുറെ അടയാളങ്ങളുണ്ട്. രാംഭദ്രാചാര്യ ആശ്രമം, നാഗവാസുകി ടെമ്പിള്, അതുമാതിരി ഇസ്കോൺ ടെമ്പിള്, അങ്ങനെ കുറെ അടയാളങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പം ഞങ്ങൾ സ്നാനഘട്ടത്തിലേക്ക് എത്തി. വഴിക്ക് വെച്ച് കുറേ ഉണ്ട് കേട്ടോ, കുറച്ച് ദൂരം ഉണ്ട്. പക്ഷെ അവിടേക്കൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. മൊബൈൽ അപ്പോഴേക്കും ഞാൻ ബാഗിൽ വെച്ചു. തിരക്ക് വല്ലാണ്ടേ. പിന്നെ ഞങ്ങളൊക്കെ എന്താ പറയുക, ഇവിടെ എത്തിയിട്ടാണ് ഞാൻ പിന്നെ മൊബൈൽ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അശ്വമേധ ഘാട്ട്. ഇവിടെയും ധാരാളം ആൾക്കാർ ഇന്ന് കുളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാനഘട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, താരതമ്യേന നല്ല ഒഴുക്കുമുണ്ട്. हम हरिद्वार से आए हैं, हरिद्वार कनखल अभय गंगा मैया आश्रम से आए हैं अपने गुरु जी के कैंप में। हम लोग कोई केरला से आए हैं, कोई तमिलनाडु से आए हैं। सब लोग संगम में स्नान करने के लिए हम लोग आज वहाँ संगम में बहुत बड़ी भीड़ है, इसलिए दशाश्वमेध घाट पर हम लोग स्नान करते हैं। अमौनी अमावस्या का पर्व है, इसलिए हम गंगा मैया को प्रणाम करते हैं, त्रिवेणी संगम को हम प्रणाम करते हैं। और अपने गुरु जी को जिनके सेंटर में हम, जिनके कैंप में हम, जिनके मार्गदर्शन में हम आए हैं, उनको हम सत नमन पहले उन्हीं को करते हैं, उस प्रभु को करते हैं जिसने हमें अपने गुरु जी से के चरणों में हमें यहाँ तक पहुँचाया है। അപ്പോൾ 11 ദിവസമായി ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. നാളേക്ക് 12. എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല. ഈ തിരക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ ഈ ഒരു ഗംഗാസ്നാനം കഴിഞ്ഞു, ഇത് 2ാമത്തെയാണ്. ഇനി സംഗമത്തിലേക്ക് പോകാൻ പറ്റിയെങ്കിൽ പോകണം. ഈ അമ്മയ്ക്ക് വയസ്സായ കാരണം ഞങ്ങൾ അങ്ങനെ സംഘത്തിലേക്ക് പോകണില്ല, നല്ല തിരക്കാണ്. അവിടെ ഇടിച്ച് കുത്തി വല്ലതും കാഷ്വാലിറ്റി വരണ്ട. അതുകൊണ്ട് ഞങ്ങൾ സേഫായിട്ട് ഇവിടെ നിന്ന് അമാവാസി, അതുകൊണ്ട് ഇന്ന് കുളിച്ചിട്ട് പോകാമെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് വെള്ളം കൊണ്ടുപോകണം. അപ്പോൾ ഇത്ര പവിത്രമായ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ക്യാന് അന്വേഷിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഉണ്ട് ക്യാന്. छोटा कैसे है? 50 ठीक लगाओ भाई, 50 नहीं भैया, ठीक लगाओ। कितना दिया जाए? हाँ छोटा 20 रुपए का है। नहीं करेगा, ठीक करेगा, यही देके जाएंगे। ചെറുത് 20, ഇത് വലുത് വന്ന് 50 രൂപ. സാറില്ലേ, നമുക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോകാനല്ലേ. ചെറിയ കുട്ടിയൊക്കെ വെച്ചിട്ട് വരുന്ന വിൽക്കണത് ഇതാ കുറേ ഒരു കച്ചവടം, ഒരു ജീവിതമാർഗ്ഗമല്ലേ. അപ്പോൾ ആൾക്കാർ കുറേ ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ സംഘത്തിൽ കുറേ ആൾക്കാർ ഇന്ന് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ല. നല്ല വെള്ളം, നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്.
ഞാൻ മുന്നോട്ട് പോയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഗംഗാതീരത്ത് ഒരു പൂജ ചെയ്യുന്നതാണ് കാണുന്നത്. ധന്വന്തിരി, അതുപോലെ വിളക്ക്, ചേരാത്, കുങ്കുമം, അതുപോലെ പൂജ സാമഗ്രികളൊക്കെ വെച്ച് ഗംഗാദേവിക്ക് പൂജ ചെയ്യുന്നതാണ് കാണുന്നത്. അതിൽ പൈസ ഇടുന്നതാണ് ഇവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പൈസ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ തപ്പലാണ് ഈ കുട്ടികളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തപ്പിയെടുക്കണം. ഈ എല്ലാ 4 വശവും നിറച്ചാൾ യാത്രക്കാരാണ്. നിറച്ച് മുങ്ങാൻ വന്ന ആൾക്കാരെ, കുളിക്കാൻ വന്ന ആൾക്കാരാണ് ശ്രദ്ധാലുക്കൾ, ഭക്തര്. നല്ല ഒഴുക്കുണ്ട്, നല്ല വെള്ളമാണ്. അച്ഛ പനിയെ पानी क्लियर साफ है, मतलब वो नहीं है ना कीचड़ कीचड़ वाला नहीं है। हाँ फूल है। പൂർണ്ണാവസ്ഥ സ്നാനം ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കുളി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങളെ തിരിച്ചു പോവാണ്. ഞങ്ങളുടെ കുളി കഴിഞ്ഞു. ഞങ്ങൾക്ക് വേഗം എത്തണം. നമ്മുടെ ഭവൻ ഗീതായജ്ഞം ഉണ്ട്. അപ്പോൾ ഗീതായജ്ഞം 3-4 മണിക്കാണ്. അപ്പോഴേക്ക് അവിടെ എത്തണം. ഞങ്ങൾ വേഗം പോവാണ്. അതേ ഞങ്ങളുടെ കൂടെ വന്ന് അമ്മൂമ്മ ഓടുകയാണ്. ഇന്ന് വളരെ മൂടൽമഞ്ഞുള്ളൊരു ദിവസമാണ്. സമയം 5 മണി. ആരതിയെല്ലാം കഴിഞ്ഞ് ത്രികട് കഷായം കുടിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ വട്ടം കൂടി നിൽപ്പുണ്ട്. ഇവിടുത്തെ പൊടിയും അതുമാതിരി ഈ മഞ്ഞിനൊക്കെ, മഞ്ഞിൽ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ത്രികട് കഷായമാണ് ഉത്തമം. ഇവിടെ നമ്മൾ കാണുന്നത് ആശ്രമത്തിന്റെ വകയായിട്ട് വഴിയാത്രക്കാർക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കൊടും തണുപ്പാണ്. ഈ തണുപ്പത്ത് ചൂടുള്ള ചായ വളരെ ആശ്വാസമാണ് ഇതുപോലെയുള്ള യാത്രക്കാർക്ക്. ഇവരിവിടെ ഉച്ചയ്ക്കുള്ള ചപ്പാത്തി തയ്യാറാക്കുന്ന തിരക്കിലാണ്. അകത്ത് പായസവും അതുമാതിരി ചപ്പാത്തിക്കുള്ള സബ്ജിയൊക്കെ ആയിട്ട് പാചകക്കാരനും തിരക്കിലാണ്. ഇന്ന് ഈ ആശ്രമത്തിൽ ഒരു വിശേഷം കൂടിയുണ്ട്. കേരളത്തിലെ കുറെ സന്യാസിമാര് ഇന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഭണ്ഡാര, അതുപോലെ അവര് ആനയിക്കലൊക്കെ ഒരു പ്രത്യേക ചടങ്ങിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞു. അവര് കുമ്പൊക്കെ കൊടുത്ത് അവര് കാൽ കഴുകിച്ച് ആനയിച്ചു ഗുരുജി. അത് കഴിഞ്ഞ് കുറച്ചു നേരം കുശല പ്രശ്നങ്ങള്, അതുമാതിരി അമ്പലത്തിലെ പൂജ, ആരതി എല്ലാം കഴിഞ്ഞ ശേഷം അവര് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ചടങ്ങുകളാണ്. शंकराचार्यं केशवं वादरायणं सूत्रभाष्यकृतो वन्दे भगवन्तौ पुनः पुनः। हरि ओम सहस्रशीर्षा पुरुषः सहस्राक्षः सहस्रपादः सभूमिगुं सर्वस्वा यतिष्ठशूरं पुरुष एवेदगुं सर्वं जलोकं यशवाद्यं उतामृतत्वशेषानो जदन्नेनातिरोहति एतावानस्य महिमा तु ध्याया।
അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. 14 ദിവസത്തോളം ആശ്രമത്തിൽ തങ്ങി അവിടുത്തെ ആശ്രമത്തിലെ ഒരു അന്തേവാസിയായിട്ട് ഇത്രയും ദിവസം നിൽക്കാനും അവിടുത്തെ പൂജകളിലും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനൊക്കെ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരാളെ പോലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൗഹൃദമായിരുന്നു എല്ലാവരുമായിട്ടും. ഇതാണ് വേല കച്ചർ ഫഫമോ. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബസ് കേട്ടോ തിരിച്ച് ഡൽഹിക്ക്. 7:45 വണ്ടി. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. ആശ്രമത്തുനിന്ന് ഈ സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരു 6-7 കിലോമീറ്റർ കാണും. അവിടേക്കൊന്നും റിക്ഷ സൗകര്യമൊന്നും കിട്ടുന്നില്ല. ഒന്നുകിൽ നടക്കണം, അല്ലെങ്കിൽ പിന്നെ ബൈക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു സന്യാസി ഞങ്ങളെ കുറച്ചിടം വരെ കൊണ്ടുവിട്ടു. ഓരോരുത്തരെയായിട്ട് ബൈക്കിൽ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ബൈക്കുകാരനാണ് പൈസ കൊടുത്ത് ആളിവിടെ എത്തിച്ചത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഒക്കെയാണ് ആൾക്കാരെ അവിടേക്കും ട്രാവൽ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ബസ് പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. ഞങ്ങൾ ആശ്രമത്തുനിന്ന് ഭക്ഷണം കരുതിയിരുന്നു രാത്രിക്കുള്ളത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇവിടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ജാനകി എന്ന് എഴുതിയിട്ടുള്ള ഒരു ബസ്, അവരവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് വെറുതെ സംസാരിക്കാന്ന് പറഞ്ഞ് പോയതാണ്. ഇവര് നേപ്പാളിൽ നിന്നുള്ള ഒരു ടീമാണ്. അവര് ആൾക്കാരൊക്കെ യാത്രക്കാരൊക്കെ കുംഭമേള കാണാൻ പോയിരിക്കുകയാണ്. അതുവരെ ഇവരവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് യാത്രക്കാർ വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമല്ലോ, അതിന്റെ തിരക്കിലാണ് അവര്. ഇനി ഞങ്ങളുടെ യാത്ര ശിവരാത്രിക്ക് അഭേദ ഗംഗമയ്യ ആശ്രമം ഹരിദ്വാറിലാണ്. അപ്പൊ നമ്മളിവിടെ കുംഭമേളയിൽ കണ്ട അതേ ആശ്രമമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ശിവരാത്രി ആഘോഷം. അതിന്റെ വീഡിയോകളായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.